ചോദ്യപേപ്പർ ചോർച്ച അന്വേഷണത്തിൽ സ്വകാര്യ ട്യൂഷൻ സ്ഥാപനമായ MS സൊല്യൂഷൻ CEO ഷുഹൈബിനെ കണ്ടെത്താൻ ക്രൈംബ്രാഞ്ച് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കും. ഇതിനായി ബ്യൂറോ ഓഫ് എമിഗ്രേഷന് അന്വേഷണ സംഘം അപേക്ഷ നൽകി. ഷുഹൈബ് ഒളിവിൽ പോയ സാഹചര്യത്തിലാണ് തീരുമാനം. വിവരങ്ങളുമായി അഭിന ചേരുന്നു. അഭിന, എന്തൊക്കെയാണ് നടപടിക്രമങ്ങൾ? ലിബീഷ്, ഷുഹൈബിനെ കാണാതായതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു സർക്കുലർ ഇന്ന് ഇറക്കുമെന്ന് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ഷുഹൈബിനെ കാണാനില്ലായിരുന്നു. ഈ ഷുഹൈബിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോഴും ഷുഹൈബ് എത്തിയിട്ടില്ല എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ അറിയിക്കുന്നത്. അതുകൂടാതെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് KSU ഇപ്പോൾ നിരവധി ആരോപണങ്ങളാണ് മുൻപും സമാനമായ രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ക്രൈംബ്രാഞ്ചിനെതിരെയാണ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അത് ഇപ്രകാരമാണ്. അതായത് ക്രൈംബ്രാഞ്ച് ഈ ഒരു കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ KSU പുതിയൊരു ആരോപണമായി രംഗത്തെത്തിയിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് CPM-നകത്തുള്ള നിരവധി ആളുകൾ ഈ ഒരു കേസിൽ ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ക്രൈംബ്രാഞ്ച് ഈ ഒരു കേസ് വളരെ രീതിയിൽ മെല്ലപ്പോക്ക് സംവിധാനം നടത്തിക്കൊണ്ട് ഈ CPM പ്രവർത്തകരായിട്ടുള്ള ഈ കേസിലെ ഉന്നതരെ സംരക്ഷിക്കുന്ന രീതിയിലാണ് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് KSU ഇപ്പോൾ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഇത്തരത്തിൽ ഷുഹൈബിന് ഒളിവിൽ പോകാനുള്ളൊരു സംവിധാനം ഒരുക്കി കൊടുത്തിരിക്കുന്നതും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ തന്നെയാണ് എന്നുള്ള രീതിയിലാണ് KSU ഇപ്പോഴും ആരോപിക്കുന്നത്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഈ ഇത്തരത്തിൽ ചോദ്യപേപ്പർ ചോർന്നതു മുതൽ അതുകൂടാതെ തന്നെ ശിവൻകുട്ടി അടക്കമുള്ള വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അടക്കമുള്ള ആളുകൾ ഈ ഒരു ചോദ്യപേപ്പർ ചോർന്നു എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം നടത്തിയിട്ട് പോലും ഈ ഷുഹൈബിനെതിരെ ഒരു നടപടിയും എടുക്കാതെ, ചോദ്യം ചെയ്യാൻ പോലും വിളിപ്പിക്കാതെ ഇത്തരത്തിൽ ഒരു നീട്ടി കൊണ്ടുപോകുന്നത് തന്നെ ഷുഹൈബിനെ രക്ഷിക്കാനുള്ള അല്ലെങ്കിൽ സംരക്ഷിക്കുന്നതിന് മാത്രമുള്ള ഒരു ഇടമായിക്കൊണ്ടാണ് കരുതുന്നത് എന്നുള്ള രീതിയിലാണ് KSU ഇപ്പോൾ പ്രധാനമായും പറയുന്നത്. അതുകൂടാതെ തന്നെ ഈ ഒരു MS സൊല്യൂഷനിലെ മറ്റു അധ്യാപകരെയും കൂടെ ഇന്ന് ചോദ്യം ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെയോ ആയിട്ടോ ഈ MS സൊല്യൂഷനുമായി ബന്ധപ്പെട്ട അധ്യാപകരെ അടക്കം ചോദ്യം ചെയ്യും. അതുകൂടാതെ തന്നെ ഈ ഒരു MS സൊല്യൂഷനുമായി ബന്ധപ്പെട്ട കണ്ണികൾ ആരൊക്കെയാണോ, ഇതിന് പുറത്തും വലിയ വമ്പൻ സ്രാവുകൾ ഉണ്ട് എന്നുള്ള രീതിയിൽ KSU നേരത്തെ തന്നെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കും. ഇതുമായി ബന്ധപ്പെട്ടുള്ള അധ്യാപകരെ അടക്കം ചോദ്യം ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകർ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ അധ്യാപകരുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രധാന അധ്യാപകനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ അധ്യയന വർഷത്തായിരുന്നെങ്കിൽ പോലും ഇപ്പോഴും ഈ അധ്യാപകരുടെ അടക്കം മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അന്നും ഈ ഷുഹൈബ് എന്ന് പറയുന്ന വ്യക്തി ഇത്തരത്തിൽ താൻ തന്നെയാണ് ഇത് ചോദ്യപേപ്പർ ചോർത്തിയത് എന്നുള്ള രീതിയിലടക്കം കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇത് ഈ അധ്യാപകരും കൃത്യമായ രീതിയിൽ മൊഴിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഇത്തരത്തിൽ ഈ ഒരു സംവിധാനം മെല്ലെ പോകുന്നതിൽ ഇതിൽ ഒരു കളി നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് ആരൊക്കെയോ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാന അധ്യാപകരും അതുപോലെ തന്നെ KSUം ഇതിൽ ഈ ഒരു കാര്യത്തിൽ പറയുന്നത്. ലിബീഷ്, ശരി അഭിന.